الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. റമളാൻ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. തക്ബീറുകൾ ചൊല്ലി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഹിദായത്ത്, ആ ഹിദായത്ത് അതൊന്നുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ആ ഹിദായത്താകുന്ന അനുഗ്രഹം ചെയ്ത അല്ലാഹുവോട് നന്ദി കാണിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ആ നന്ദിബോധം നമ്മുടെ മനസ്സുകളിൽ നിന്ന് എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിൽ നമ്മളുടെ ആലോചനകളിൽ ഉണ്ടാകേണ്ടത്. റമളാനിൽ അല്ലാഹു മഗ്ഫിറത്ത് നൽകി. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും പ്രത്യേകമായി ഇത്ഖും മിനന്നാർ എന്ന സൗഭാഗ്യം നൽകുകയും അതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭ്യമായവർ ആലോചിക്കേണ്ടത്, മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞവർക്ക് വീണ്ടും അവർ ആ മഗ്ഫിറത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചാൽ, ഏതൊരു തെറ്റാണോ അല്ലാഹു നമുക്ക് മാപ്പാക്കി തന്നിട്ടുള്ളത്, ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതോടുകൂടി മഗ്ഫിറത്ത് ക്യാൻസൽ ചെയ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതുണ്ട്. ഒരു മനുഷ്യൻ, ഒരു അടിമ, അല്ലാഹുവിന്റെ ഒരു അടിമ തെറ്റു ചെയ്താൽ ആ തെറ്റു മുഖേന അയാളുടെ ഖൽബിൽ ഒരു കറുത്ത പാട് വീഴും. ആ കറുത്ത പാട് അയാൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോൾ കറുത്ത പാട് മറഞ്ഞു പോയത് തെളിഞ്ഞു വരുമെന്നാണ്. ഇങ്ങനെ ഒരു മഗ്ഫിറത്തല്ല നമുക്ക് വേണ്ടത്. മഗ്ഫിറത്ത് നമ്മളുടെ അടുക്കലേക്ക് അല്ലാഹു നൽകിയത് ഇത്ഖും മിനന്നാർ എന്നുള്ള ആ ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക് എത്തണം. ഇത്ഖ് മോചനമാണ്, നരകമോചനമാണ്. ഇത്ഖും മിനന്നാർ,
ആ ഇത്തഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ രാത്രിയിലും പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ അതിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത്തഖും മിനന്നാർ എന്ന് പറയുന്ന ആ ഒരു സൗഭാഗ്യത്തിന് നമ്മൾ സൗഭാഗ്യം കിട്ടിയവരാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു നമ്മളെ ചോർക്കുമാറാവട്ടെ. പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കാനില്ല. നമ്മുടെ മാളി അല്ലാഹു പുറത്തു തരും. മാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കാലം അല്ലാഹു പുറത്തു തന്നു. മഗ്ഫിറത്തിൽ കഴിഞ്ഞ കാലം പുറത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കഴിഞ്ഞത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശിക്ഷക്ക് അർഹരാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ അവസ്ഥ ഉണ്ടാവുക. ഇത്തഖ് കിട്ടിയ ആളുകൾക്ക് മാലി പുറത്തു തരും. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോയ കാലത്തെ കാര്യങ്ങൾ പുറത്തു തരും, പൊറുക്കേണ്ടവയൊക്കെ പുറത്തു തരും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത ഒരു തൗഫീഖ് നൽകും. ആ തൗഫീഖ് എന്ന് പറയുന്നത് ഇസ്തിഖാമത്തിനുള്ള തൗഫീഖാണ്. ആ ഇസ്തിഖാമത്തിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ തോടണം. ഇസ്തിഖാമത്തിനുള്ള തൗഫീഖ് കിട്ടിയാലോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് പറഞ്ഞത്, ഇത്ഖും മിനന്നാർ കിട്ടിക്കഴിഞ്ഞാൽ അൽ ഇത്ഖു അർഖാ മിനൽ മഗ്ഫിറ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹദീസിന്റെ ശറഹിൽ. ഇത്ഖ് എന്ന് പറഞ്ഞാൽ അഥവാ നരകമോചനം എന്ന് പറയുന്നത് അതിന് സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് മഗ്ഫിറത്തിന്റെ ഏറ്റവും പരമമായ ഒരു അവസ്ഥയാണ്. മഗ്ഫിറത്ത് കിട്ടി ആ മഗ്ഫിറത്ത് തുടർന്നു പോകാൻ സാധിക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അറിവുള്ളവരെയാണ് ഇത്ഖിന് വിധേയരാക്കുക. ആ ഇത്ഖ് കിട്ടിയ ആളുകൾ അവരാരായിരിക്കും? മുസ്തഖീമായിരിക്കും. ആ മുസ്തഖീമാകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് അവർ ആ നേരെ ചൊവ്വയുള്ള പാതയിലൂടെ തന്നെ നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതാണ് ഇസ്തിഖാമത്ത്. അപ്പോ അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് ഈ റമളാനിൽ ഉടനീളം പ്രഖ്യാപിച്ചവർ, കാരണം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പ് നോറ്റവർ, റബ്ബിന്റെ അടുക്കൽ നിന്ന് ഇഹ്തിസാബോടു കൂടി രാത്രി നിന്ന് നമസ്കരിച്ചവർ, റബ്ബിന്റെ ഇസ്തിഖാമത്തോടു റബ്ബിന്റോടുള്ള താല്പര്യത്തോടു കൂടി ആ പ്രതിഫല മോഹത്തോടു കൂടിയും ഈമാനോടു കൂടിയും ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങളെ ധന്യമാക്കിയവർ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർ, ഖുർആൻ പഠിച്ചവർ, ദാനധർമ്മങ്ങൾ ചെയ്തവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കല്ല, അവർക്ക് പിന്നെ പേടില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനും ഒന്നുമില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. ഖാലിദീന ഫീഹ, അവർ ആ സ്വർഗത്തിൽ നിത്യവും അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പുറത്തേക്ക് പോകാൻ ആരും പറയൂല, അത് അവരുടേതായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ അമൽ ചെയ്തതിന്റെ പ്രതിഫലമായിട്ടായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ നമുക്ക് നൽകിയ തർബിയത്തിനെ കൈവിടരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. റമളാനിൽ നമ്മൾ നേടിയെടുത്ത തർബിയത്തിൽ ഏറ്റവും പരമപ്രധാനം നമ്മുടെ വികാര വിക്ഷുബ്ധാവസ്ഥകളെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിച്ചതാണ്. നമ്മുടെ വികാരത്തിന്റെ വൈകാരികമായ അവസ്ഥകൾ ഇന്ന് ലോകത്തിന് അത് എത്ര വലിയ ആവശ്യമുണ്ട് എന്നുള്ളതിനുള്ള വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. എപ്സ്റ്റീൻ ഫയലൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? ലോകത്ത് വളരെ കൊച്ചു കുട്ടികളെ, കൊച്ചു പെൺകുട്ടികളെ പോലും തങ്ങളുടെ ഈ ലൈംഗികമായ വൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ ഒരു കൂട്ടം ഫയലുകൾ. അതാണല്ലത്. അതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതിൽ പ്രതികളായവർ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്, വമ്പൻ പണച്ചാക്കുകളുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്, വലിയ വലിയ ഉന്നതന്മാരായ ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫയൽ. ആ ഫയൽ വലിയ വിവാദമായി കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് പിന്നീട് ഇറാൻ യുദ്ധം വന്നത്. ഒക്കെ ഇരിക്കട്ടെ, അതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കണം, ഈ ലോകത്തിന്റെ മുൻപിൽ സത്യവിശ്വാസികൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാനുള്ളത് നമ്മളിതാ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി നോമ്പനുഷ്ഠിച്ചവർ. ആ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് നമ്മുടെ വൈകാരികമായ ചിന്തകളെ, വൈകാരികമായ പ്രക്ഷുബ്ധതയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇടപെട്ടു പോകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു. ഇതടക്കമുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആ നിയന്ത്രണത്തിന്റെ പാഠം നമ്മൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണം.
ഇതാ സമൂഹമേ, മനുഷ്യ സമൂഹമേ, ഞങ്ങൾക്കിതിന് സാധിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉമ്മത്തുൻ വസത്ത്, ആ വസതീയത്ത് ഖൈറു ഉമ്മ, അതായിരിക്കണം നമ്മൾ. ആ ഖൈറു ഉമ്മക്ക് ഈ ലോകത്തിന് ഒരുപാട് മാതൃകകൾ ഈ അർത്ഥത്തിൽ നോമ്പിലൂടെ കിട്ടിയ തർബിയത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു കൊടുക്കാനുണ്ട് എന്ന് ചുരുക്കം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ കുറിച്ച് പഠിക്കണം. അവരെ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ ജീവിതത്തിൽ ഏതൊക്കെ തലങ്ങളിൽ ഇതുപോലെയുള്ള അവസ്ഥകളിൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ഈമാനിന്റെ പേരിൽ പ്രതിരോധിക്കാൻ സാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയ ഹിദായത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ആ ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ നോമ്പ് നോറ്റത്. ആ ഹിദായത്തിന്റെ ഭാഗമായി നോമ്പ് നോറ്റപ്പോൾ ആ നോമ്പിന്റെ പ്രതിഫലനമായി കൊണ്ട് നമ്മൾ ഈ ധാർമ്മികതയെ കാത്തു സൂക്ഷിക്കണം എന്നർത്ഥം. ഇതേപോലെ മറ്റൊന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാന്മാരായിരുന്നു. ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാന്മാരായിരുന്നു പറയുമ്പോൾ ഒരു ചെറിയ ചരിത്രഭാഗം പറയാം. മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ കവിയും കഥാകാരനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അൽ അബറാത്ത് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ഒരു അറബിയിലുള്ള ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ യാത്രാനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വയറ്റത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഗതികെട്ടിട്ട് പട്ടിണി കിടന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഒരിറ്റ് ഭക്ഷണം കിട്ടാതെ, ഒരു തുള്ളി ഭക്ഷണം കിട്ടാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ അയാൾ കിടന്ന് നിലവിളിക്കുകയാണ്. ആ മനുഷ്യന്റെ അടുക്കലൂടെ മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി എന്ന് പറയുന്ന ഈ കഥാകൃത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്കൂടെ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് എന്താ കാരണമെന്ന് ചോദിച്ചു. വിശപ്പാണ് കാരണം, പട്ടിണിയാണ് കാരണം, കുറെ ദിവസങ്ങളായി അന്നം കിട്ടിയിട്ടെന്ന് പറയുന്നു. അയാൾക്ക് വേണ്ട അന്നം എത്തിച്ചു കൊടുക്കുന്നു. എത്തിച്ചു കൊടുത്തതിന് ശേഷം അയാളെ വിട്ട് താൻ ലക്ഷ്യമായി കൊണ്ടിറങ്ങിയത് തന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്. അയാൾ വലിയ ധനാഢ്യനാണ്. ആ ധനാഢ്യനായ കൂട്ടുകാരനെ കാണാൻ വേണ്ടി മൻഫലൂത്തി പുറപ്പെടുന്നു. മൻഫലൂത്തി പുറപ്പെട്ട് ആ കൂട്ടുകാരനെ ചെന്ന് കാണുമ്പോൾ അവിടെ ആ കൂട്ടുകാരനും വയറുവേദന കൊണ്ട് പ്രയാസപ്പെട്ട് കരയുന്ന മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയാൻ കാരണം? കരയാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്നലത്തെ ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ അടുക്കൽ എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കുറച്ച് അമിതമായി എന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ എന്റെ വയറിന് പ്രശ്നമാണ് എന്ന് ലുത്ഫുൽ മൻഫലൂത്തി, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ രണ്ട് സംഭവങ്ങളും എടുത്തിട്ടിട്ട് പറയുന്നുണ്ട്, ഈ മനുഷ്യന് ആവശ്യമില്ലാത്ത നിലക്കും ആ ഭക്ഷണം അയാളുടെ വായിക്കകത്തേക്കാക്കിയതാണ്, വയറിനകത്തേക്കാക്കിയതാണ്. ആ ബാക്കിയുള്ള ഭക്ഷണം അയാൾ കഴിക്കാതെ ഇയാൾക്കത് കിട്ടിയിരുന്നുവെങ്കിൽ രണ്ടു പേർക്കും അസുഖം വരില്ലായിരുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. എത്ര വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞവരാണ്. കാരണം വിശപ്പിന്റെ കാഠിന്യം നമുക്കറിയാം, ദാഹത്തിന്റെ ശക്തി എന്തെന്ന് നമുക്കറിയാം, വേദന എന്തെന്ന് നമുക്കറിയാം. ആ വേദനയിൽ നിന്നാണ് നമ്മൾ സകാത്തുൽ ഫിത്തർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം അവിടെയാണ് ഇസ്തിഖാമത്തുള്ളത് എന്ന് ചുരുക്കം. നിങ്ങൾ നോക്കൂ, നമ്മുടെ മാതൃക മുൻഗാമികളാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി നാടൊട്ടുക്കും നടക്കാറുണ്ട് രാത്രി സമയങ്ങളിൽ. ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ പട്ടിണി കിടക്കുന്ന കരച്ചിലിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു. കുഞ്ഞുങ്ങള് വാവിട്ട് കരയുന്നു. ഒരു ഉമ്മ ഒരു പാത്രത്തിൽ എന്തോ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ പാത്രത്തിൽ ഒരു അന്നവും ഉണ്ടായിരുന്നില്ല, കേവലം വെള്ളം മാത്രം. അറിയാവുന്ന ചരിത്രമാണ്. മക്കൾ കരയുന്നു. കരഞ്ഞ് മക്കൾ കടന്നുറങ്ങിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം അന്വേഷിച്ചപ്പോൾ മക്കൾക്ക് ഞാൻ എന്തോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നട്ടെ എന്നുള്ള നിലക്ക് ഞാനിതിൽ വെള്ളമൊഴിച്ചിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഇതാ കരഞ്ഞ് വിശപ്പ് സഹിച്ചുകൊണ്ട് അവർ കടന്നുറങ്ങിയിരിക്കുന്നു. പട്ടിണിയാണ് കാര്യം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാനായ ഭരണാധികാരിയുടെ മാതൃകായോഗ്യമായ ജീവിതം അവിടെ വിളിച്ചുണർത്തിയത് എന്താണെന്നറിയുമോ? അദ്ദേഹം നേരെ ബൈത്തുൽ മാലിലേക്ക് പുറപ്പെടുന്നു. അസ്ലം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭൃത്യന്റെ കൂടെ ചുമടെടുക്കുന്നു.
ഗോതമ്പ് ചാക്കും അതിലേക്ക് ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം തന്റെ സ്വന്തം ചുമലിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് അസ്ലമിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നു. അസ്ലം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭൃത്യൻ വഴിയിൽ വെച്ച് പലപ്പോഴും ചോദിക്കുന്നു, ഞാൻ എടുക്കാം, ആ ചുമടുകൾ എന്നെ ഏൽപ്പിക്കൂ, അങ്ങെടുക്കേണ്ടതില്ല, ഞാൻ ചുമന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ ഹൽ അൻത തഹ്മിലു അന്നി ബിസ്രി യൗമൽ ഖിയാമ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പാപഭാരം നീ എന്നിൽ നിന്ന് യൗമുൽ ഖിയാമയിൽ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്നും ആ ചരിത്രത്തിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. നിലനിർത്തണം, നമ്മൾ സമൂഹത്തെ അറിയണം, സമൂഹത്തിലെ വേദനിക്കുന്നവരറിയണം, നമ്മളുടെ ധാർമ്മികത കാത്തു സൂക്ഷിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കാനുള്ള ഏറ്റവും സുന്ദരമായ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശത്തെ പെരുന്നാളിന്റെ ദിവസത്തോടൊപ്പം തന്നെ ഈ ചെറിയ ഈ ഈദുൽ ഫിത്തറിന്റെ സന്ദേശം എന്നതോടൊപ്പം തന്നെ ഈ ഒരു യൗമുൽ ജുമഅയിൽ ഇസ്തിഖാമത്തിന്റെ ഭാഗമായി കൊണ്ട് തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഈമാനിക എനർജിയായി കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവോട് നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി തന്നെയായിരിക്കും നമ്മൾ ജുമുഅക്ക് പങ്കെടുക്കുന്നുണ്ടാവുക. പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും അള്ളാഹുവോട് ഖബൂലിന് വേണ്ടി ചോദിക്കുന്നുണ്ടാവും. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്കറിയുമായിരിക്കും. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു കബൂലാക്കുകയുള്ളൂ എന്ന്. കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നേടിയെടുത്തതിനെ കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകണം എന്നർത്ഥം. നിലനിർത്താനുള്ള വലിയ ഊർജം നമുക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. ആ ഊർജത്തോടു കൂടി മുന്നോട്ടു പോകാൻ, അതോടൊപ്പം പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് നമ്മുടെ വീഴ്ചകൾ പുറത്തു തരാൻ നിരന്തരമായി പ്രാർത്ഥിക്കണം. മഹത്തുക്കളായ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ റമളാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം അവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവേ കബൂൽ ചെയ്യണേ, കബൂൽ ചെയ്യണേ എന്നായിരുന്നു. കാരണം അവരുടെ മനസ്സുകളിൽ ഒരു വജിലത്തുണ്ടായിരുന്നു, ഒരു വജിലത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വജിലത്തിനെ കുറിച്ചുള്ള ആയത്ത് പറഞ്ഞിട്ടുണ്ട്. വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കുന്നവർ, സമ്പത്ത് മാത്രല്ല, സമയം കൊടുക്കും, അധ്വാനം കൊടുക്കും, ശരീരം കൊടുക്കും. അങ്ങനെ അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യയം ചെയ്യുന്നവർ, ചെലവാക്കുന്നവർ, ഈ പറഞ്ഞതൊക്കെയും ചെലവാക്കുന്നവർ. എന്നിട്ടോ ആ കൊടുക്കുന്നവർ വഖുലൂബുഹും വജില, അവരുടെ കൽബുകളിൽ ഒരുതരം നടുക്കമിങ്ങനെ ബാക്കിയാകും, ഒരുതരം നടുക്കമിങ്ങനെ ബാക്കിയാകും. എന്നിട്ടോ ആ നടുക്കത്തിന്റെ കാരണം അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണമല്ലോ എന്നുള്ളതായിരിക്കും ആ നടുക്കം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ആയത്തിനെ കുറിച്ച് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്താണ് നടുക്കം ബാക്കിയായത് നബിയെ? അവരെന്താ വ്യഭിചരിച്ചു പോയോ? അവരെന്താ മോഷ്ടിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ നടുക്കം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല ആയിഷ, അതല്ല. അവരാ ചെയ്തത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ളതാണ് അവരുടെ നടുക്കം. പ്രിയമുള്ളവരെ, ഈ നടുക്കമാണ് നമുക്ക് ബാക്കിയാകേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്കിതിന് സ്വീകാര്യത കിട്ടണം. നമ്മൾ ഒരുതരം ഉജ്ബും കൊണ്ട് നടക്കരുത്. ഉജ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം തികഞ്ഞു എന്നുള്ള ഒരുതരം ഗർവിന്റെ തോന്നലാണത്. വഴിയെ പറയാം അതേക്കുറിച്ച്, അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ അടുക്കൽ സംഭവിച്ചു പോയതെല്ലാം എന്തൊക്കെയാണെങ്കിലും ഞങ്ങളറിയാത്തതൊരുപാടുണ്ട്. ഞങ്ങളിൽ മുൻപേ സംഭവിച്ചതുണ്ട്, ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളതുണ്ട്. അള്ളാഹുവേ, പൊറുക്കാവുന്ന എല്ലാ തെറ്റുകളും മാത്രമല്ല, നിന്റെ അടുക്കലേക്ക് പൊറുക്കാൻ കഴിയാത്തവണ്ണം ചെയ്തുകൂട്ടിയ അപരാധങ്ങൾ അത്രയും നീ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ചെറുതെങ്കിലും നന്മയായിക്കൊണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ മീസാനുൽ ഹസനാത്തിൽ നീ അറിയുന്നുവെങ്കിൽ
അള്ളാഹുവേ, നിന്റെ കരുണ കൊണ്ട് നീ അവയെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാത്തവർ, ജുമയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ, ഞങ്ങൾ അവരെയൊക്കെ ഈ ദിവസത്തിൽ ഓർത്തിട്ടുണ്ട്. മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഖബർ ജീവിതം, ബർസഖി ലോകം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരന്റെ മരണവാർത്തയും ആ മരണാനന്തര ചടങ്ങുകളിൽ ജനാസയിലും പങ്കെടുത്തിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ ഇരിക്കുന്നുണ്ടാവുക. അള്ളാഹു ആ സഹോദരന്, ആ ജ്യേഷ്ഠ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس اللهم اغسله من خطايا بالماء والثلج والبرد آمين برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أصلح شباب المسلمين، اللهم أصلح شباب المسلمين، اللهم أصلح شباب المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين وسلام على المرسلين.